ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഇനി ഇതെല്ലാം ഒരു മിക്സിയിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യം മുട്ട അടിച്ചെടുത്ത് 1 മിനിറ്റ് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതൊരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. മുട്ടയുടെ കളറൊക്കെ മാറി ഇപ്പം നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണിത്. ഈ പഞ്ചസാര കുറേശ്ശെയായി ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര ഇവിടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കുന്നതെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാനായി അല്പം ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് മതി. ഇനി ഇതൊക്കെ 1 മിനിറ്റ് കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ഈ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കിത് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് വേണ്ടതെങ്കിൽ ഇതിൽ മൈദ ഒക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ടീ കേക്കും റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹാർഡായി മിക്സ് ചെയ്യരുത്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ടീ കേക്ക് റെഡിയാക്കാം. ഇത് സാൻഡ്വിച്ച് മേക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാൻഡ്വിച്ച് മേക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓണാക്കിയിട്ടില്ല. ഇനി ഇതൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ വെച്ചിട്ടും ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ ഭാഗം ഗ്രീസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഇനി
ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഇത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ്, അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഇത് ഓൺ ചെയ്യുന്നത്. ഇനി ഇതിൽ ഗ്രീൻ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കാം. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ നെക്സ്റ്റ് ബാച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഓപ്ഷണലാണ്, വെറുതെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. എല്ലാ കേക്കും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഈ കേക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാം. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, പുറത്തുനിന്ന് വാങ്ങിക്കുകയും വേണ്ട. ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ ചായ തിളക്കുന്ന സമയം മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.